റാഫേൽ തട്ടിൽ പിതാവെ, വിശുദ്ധ കുർബാന അർപ്പണത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തട്ടിൽ പിതാവും മറ്റു മെത്രാന്മാരും അവിശ്വാസികളുമായി ചേർന്ന് സമവായത്തിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിലപാടുകളിലൂടെ പ്രഘോഷിക്കപ്പെടുന്ന സുവിശേഷം ഏതെന്ന് ഒന്ന് വിശദീകരിക്കാമോ? തട്ടിൽ പിതാവും മറ്റു മെത്രാന്മാരും ചേർന്ന് അവിശ്വാസികളും അസഭ്യവർഷക്കാരുമായി സമവായത്തിലൂടെ നടപ്പിലാക്കിയ ആഴ്ചയിൽ ഒരു ദിവസം ഒരു വിശുദ്ധ കുർബാന ബാക്കി വിശുദ്ധ കുർബാനയെ സമരമാർഗമാക്കി അസഭ്യവർഷത്തോടുകൂടി 16 മണിക്കൂർ പരിശുദ്ധ അൾത്താരയിൽ നിന്ന് അപമാനിച്ച വൈദികർക്ക് ഇഷ്ടമുള്ളതുപോലെ അർപ്പിക്കുന്ന സീറോ മലബാർ സഭയിൽ ഇല്ലാത്ത രീതിയിലുള്ള കുർബാന എന്ന തീരുമാനത്തിലൂടെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് നൽകുന്ന സന്ദേശം എന്താണ്? വിശുദ്ധ കുർബാന എന്നാൽ വൈദികരുടെ താല്പര്യത്തിനും ഇഷ്ടത്തിനും സൗകര്യത്തിനും അനുസരിച്ച് അർപ്പിക്കാവുന്ന ഒരു സദാകർമ്മമാണ്. വിശുദ്ധ കുർബാനയെ പരസ്യമായി നിന്ദിച്ച എറണാകുളം രൂപതയിലെ വിമത വിഭാഗം നേതൃത്വവുമായി സീറോ മലബാർ സഭയുടെ തലവനും എറണാകുളം രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററുമായ ബോസ്കോ പുത്തൂരും സിനഡ് സെക്രട്ടറിയും ചേർന്ന് രൂപം കൊടുത്ത സമവായ ഒത്തുതീർപ്പ് ഫോർമുല ഈ സഭയോടൊത്ത് നീങ്ങുന്ന വിശ്വാസി സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്?